മികച്ച മലയാളി ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹമുള്ള ആളുകൾ യശ്വന്ത്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ ദൂരെയുള്ള MS രാമയ്യ കോളേജിന്റെ പരിസരത്ത് എത്തിച്ചേരുന്നു. തലശ്ശേരി റെസ്റ്റോറൻറ്റും അതുപോലെ അനേകം കേരള റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. യെല്ലോ സീവീഡ് മോമോസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. മലബാർ കഫേ പെൺകുട്ടികളുടെ ഇഷ്ടവിഹാര കേന്ദ്രമാണ്. നല്ല ചിക്കൻ സ്നാക്സ് ഇവിടെ ലഭിക്കും. കണ്ണൂർ ഫുഡ് പോയിന്റ് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും 170 രൂപയ്ക്ക് കോമ്പിനേഷനായി കൊടുക്കുന്നു. കാലിക്കറ്റ് റെസ്റ്റോറന്റ് ഈ ഭാഗത്തെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റായി അറിയപ്പെടുന്നു. പൊറോട്ടയും കറിയും വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. റെസ്റ്റോറന്റിനകത്ത് 25 ആൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്. മുട്ടക്കറികൾ പലതരത്തിൽ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കേരള ശൈലിയിലുള്ള ഡിന്നറും ഇവിടെ ലഭ്യമാണ്. ഉച്ചഭക്ഷണം കേരള ശൈലിയിൽ 130 രൂപക്കും പൊതിച്ചോർ 200 രൂപക്കും കൊടുക്കുന്നു. അതുപോലെ മെയിൻ റോഡിൽ അയ്യപ്പ ബേക്കറിയും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സങ്കേതമാണ്. ആമ്പൂർ ബഡ്ജറ്റ് ബിരിയാണിയും കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നു. ഡൽഹി ദർബാർ വലിയ ചെമ്പിൽ ബിരിയാണി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ തന്നെ ഒരു കൗതുകമുണ്ട്. ജാലഹള്ളി മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള തലശ്ശേരി റെസ്റ്റോറന്റിലും ധാരാളം കസ്റ്റമേഴ്സ് എത്തിച്ചേരുന്നുണ്ട്. ജാലഹള്ളി അയ്യപ്പ കല്യാണ മണ്ഡപത്തിന് അടുത്തുള്ള കണ്ണൂർ കഫേ കല്ലുമ്മക്കായ പൊരിച്ചതും നെയ്പത്തിരിയും കൊടുക്കുന്നു. നെയ്പത്തിരിയും ചിക്കനും ഒരു മികച്ച ഡിന്നർ വിഭവമായി മലയാളികൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ പൊരിച്ച പത്തിരി ഒരു സ്നാക്കായിട്ട് മാത്രമാണ് മലയാളികൾ കഴിക്കുന്നത്. നെയ്പത്തിരിയുടെ അത്ര രുചി പൊരിച്ച പത്തിരിക്ക് ഉണ്ടാവുകയുമില്ല. അതുപോലെ വയനാടൻ കഫേ ഒറിജിനൽ കേരള ടേസ്റ്റിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നതും വയനാടൻ കഫേയിൽ തന്നെയാണ്. ഈ 2 റെസ്റ്റോറൻറ്റുകൾക്കും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് സൽക്കാര മലബാർ കിച്ചൺ കൂടുതൽ പാർക്കിംഗ് സൗകര്യമുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു. തലശ്ശേരിക്കാരാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഇവിടുത്തെ പ്രധാന വിഭവം. റെയിൽവേ സ്റ്റേഷനടുത്ത് സിംഹക്കൂടുകൾ പോലെയുള്ള വൺ വേ ട്രാഫിക് അറേഞ്ച്മെന്റ് കഴിഞ്ഞാൽ RTO ഓഫീസിനടുത്തുള്ള ജുമാ മസ്ജിദിന്റെ എതിർഭാഗത്തുള്ള റോഡിൽ കേരള റെസ്റ്റോറന്റ് കാസർഗോട്ടുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കോഴിക്കോട് സ്വദേശി ഉണ്ണിയേട്ടനാണ് ഈ ഹോട്ടൽ ഇപ്പോൾ നടത്തുന്നത്. അതുപോലെ ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച കോഫി ഷോപ്പായ ഇക്കിയ കോഫി ഷോപ്പ് നാഗസന്ദ്ര മെട്രോ സ്റ്റേഷനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നു. 1,00,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ റെസ്റ്റോറന്റിൽ 500 രൂപ നിരക്കിൽ ഡിന്നർ ലഭിക്കും. മികച്ച ബാച്ചിലേഴ്സ് ഹോസ്റ്റലുകളും വടക്കൻ ബാംഗ്ലൂരിൽ ലഭ്യമാണ്. ഗംഗമ്മ സർക്കിളിൽ ദയാ പാരഡൈസ് 8000 രൂപയ്ക്ക് ഹോസ്റ്റൽ ബെഡുകൾ കൊടുക്കുന്നു. ഫുഡിന് 3000 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു. 15000 രൂപയ്ക്ക് സിംഗിൾ റൂമുകളും ഇവിടെയുണ്ട്. കനറ ബാങ്കിനടുത്താണ് ഗംഗമ്മ സർക്കിളിലെ ദയാ പാരഡൈസ് ഇൻ. അതുപോലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വെങ്കടേശ്വര PG 8000 രൂപയ്ക്ക് ഭക്ഷണം ഉൾപ്പെടെ ഹോസ്റ്റൽ റൂമുകൾ കൊടുക്കുന്നു. നാഗസന്ത മെട്രോ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ MS രാമയ്യ കോളേജിന്റെ അടുത്ത് എവറസ്റ്റ് PG മലയാളികൾ നടത്തുന്നതാണ്. 6500 രൂപയ്ക്ക് ഹോസ്റ്റൽ ബെഡുകൾ കൊടുക്കുന്നു. ഫുഡ് നൽകുന്നില്ല. ഈ പ്രദേശത്ത് റെസ്റ്റോറൻറ്റുകൾ കൂടുതലായതുകൊണ്ട് ഫുഡ് ആരും ആവശ്യപ്പെടുന്നില്ല. അതുപോലെ ഇതേ ഏരിയയിൽ ഹോട്ടൽ മയൂര പാരഡൈസ് ഇൻ 6500 രൂപയ്ക്ക് ഹോസ്റ്റൽ ബെഡുകൾ കൊടുക്കുന്നു. ഫുഡിന് 3000 രൂപ എക്സ്ട്രാ കൊടുക്കണം.